നമസ്കാരം. ചില സിനിമകൾ കണ്ടിറങ്ങുമ്പോൾ പോലും ഒരു വല്ലാത്ത വിങ്ങലാണ്. നമ്മൾ അതിനെ തേടിപ്പിടിച്ച് വീണ്ടും മുന്നോട്ട് പോകും. അതിലെ അണിയർ പ്രവർത്തകരോട് സംസാരിക്കാൻ ശ്രമിക്കും, അതിലെ കഥ അങ്ങനെ തേടിപ്പിടിച്ച് ഞാൻ എത്തിയത് സെറിൻ്റെ മുന്നിലേക്കാണ്. ഐ ഹാവ് വിത്ത് മീ സെറിൻ. സെറിൻ, താങ്ക് യു സോ മച്ച് ഫോർ യർ ടൈം ആൻഡ് താങ്ക് യു ഫോർ അക്സെപ്റ്റിംഗ് ദിസ് ഇൻവിറ്റേഷൻ. കാരണം ഇത്തിരി നേരം എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആൻഡ് ഈ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകൻ എന്ന രീതിയിൽ നമ്മുടെ മൈൻഡിൽ ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു ഫ്രിഡ്ജ് പോലെയാണ്. ഒരു തണുപ്പുണ്ടാവുന്ന വളരെ മെൽറ്റിംഗ് ആയിട്ട് പോകുന്നൊരു ഫിലിം. ആൻഡ് അടുത്ത കാലത്ത് അങ്ങനെ ഒരു അനുഭവം തന്നൊരു സിനിമ വളരെ കുറച്ചാണ്. ആൻഡ് അഞ്ജന, the character that you portrayed was outstanding and it will be in my heart and thank you so much for that character. Thank you. And first of all, എൻ്റെ ആദ്യത്തെ ചോദ്യം, ആൻഡ് കുറച്ച് സ്പോയിലേഴ്സ് ഉണ്ടാവുമായി, ഞാൻ ആദ്യമേ ഇത് മുൻകൂട്ടി പറയട്ടെ. അപ്പോൾ ഈ കഥാപാത്രം ഇപ്പോൾ അഞ്ജന ഫസ്റ്റ് റോഷനെ വിളിക്കുന്നുള്ളൂ, അനീഷിനെ വിളിക്കുന്നത് എന്തിനാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. വൈ ഇസ് ഷീ കോളിംഗ് ഹിം ആഫ്റ്റർ ഒരു 7-8 years? ആ ഗ്യാപ്പിന് ശേഷം എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? എന്തിനായിരുന്നു കോൾ? അത് ഡോണ്ട് ടെൽ ഇറ്റ്സ് ജസ്റ്റ് ഫോർ ദ ക്ലോഷർ. ഇത് സംതിങ് ബിയോണ്ട് ക്ലോഷർ മാത്രമല്ല, ഒരു ക്യൂരിയോസിറ്റിയും ഉണ്ടായിരിക്കാം ഇപ്പോൾ. കാരണം അഞ്ജനയുടെ കണക്ഷൻ സിറ്റിയോടുള്ള എല്ലാ കണക്ഷൻസും വിട്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ആകപ്പാടുള്ള ഒരു കണക്ഷൻ അനീഷ് വഴിയാണ്. അപ്പോൾ ഹൗ ഈസ് ഹി ഡൂയിങ്, പുള്ളിക്കാരൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഷീസ് ഓൾവേസ് ബിൻ ക്യൂരിയസ് അബൌട്ട് ഹിം. ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടും അതുണ്ട്. അപ്പോൾ ഐ തിങ്ക് ജസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് വാട്ട്സ് ഹാപ്പനിങ് ഇൻ ഹിസ് ലൈഫ്, അതിൽ നിന്ന് തുടങ്ങിയതായിരിക്കാം. ഓഫ് കോഴ്സ് നിങ്ങൾ പറഞ്ഞ പോലെ ക്ലോഷറും ഉണ്ടായിരിക്കും, ക്ലോഷറിൻ്റെ ഒരു ആവശ്യം. പക്ഷെ ആദ്യം എനിക്ക് തോന്നുന്നു ക്യൂരിയോസിറ്റി തന്നെ ആയിരിക്കും അവളെ ഹുക്ക് ചെയ്തത്. പക്ഷെ ഈ ക്യൂരിയോസിറ്റിയേക്കാൾ ഉപരി പിന്നീട് അനീഷിനെ കാണുമ്പോഴേക്കും ഒരു ഒരു വല്ലാത്തൊരു ഗ്രാഫ് ഉണ്ടല്ലോ ഈ ക്യാരക്ടറിന്. ലൈക്ക് ടീസ് ചെയ്യുന്നത് പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അനീഷിന്. ലൈക്ക് ഇപ്പം നീ എന്നെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ നീ നോക്കുന്നത് കാണുന്നത് തൊട്ട് ഇങ്ങനെ കുറെ ഹിന്റുകളും ക്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട് അനീഷിന്. ലൈക്ക് അങ്ങനെ പിന്നാലെ പോകുന്നൊരു ക്യാരക്ടറിനെയും പോലെ തോന്നി. വാട്ട് വാസ് യുവർ ആ ഒരു ക്യാരക്ടർ ഗ്രാഫിനെ എങ്ങനെയാണ് സെറിൻ എടുക്കുന്നത്, അഞ്ജന ആസ് എ ക്യാരക്ടറിനെ എങ്ങനെയാണ് എടുക്കുന്നത്? ഇത് അതെ, ഓഫ് കോഴ്സ് ഇങ്ങനെ തോണ്ടി ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അവൾക്ക് ഇപ്പോഴും ഫീലിങ്സ് ഉണ്ട്. അത് അതിൻ്റെ മറ്റേ സൈഡിൽ നിന്ന് റെസിപ്രോക്കേഷൻ ഉണ്ടോ എന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. പക്ഷേ അവൾക്ക് അറിയാം അനീഷ് കല്യാണം കഴിച്ചിട്ടുണ്ട്, വേറൊരു ലൈഫ് തന്നെ ലീഡ് ചെയ്യുവാണെന്ന് അറിയാം. അപ്പോൾ ഷീ നോസ് ദാറ്റ് ഷീ ഈസ് ഇന്ററപ്റ്റിങ് ഇറ്റ്. പക്ഷേ ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് മേക്സ് ഹർ ഇൻട്രസ്റ്റിംഗ് ഓൾസോ. അവൾക്കറിയാം ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. കുറച്ച് തെറ്റുകളുണ്ടെന്ന് അറിയാം, പക്ഷെ അവൾക്ക് അവളുടേതായ ആവശ്യങ്ങൾ പെർസ്യൂ ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ ആ സ്ട്രെങ്ത്തിൽ നിന്നാണ് തുടങ്ങിയത്. പിന്നെ എനിക്ക് ഐ റിയലി ലൈക്ക് വിമൻ ഹു ആർ റിട്ടൺ വിത്ത് ഫ്ലോസ്. നമ്മളെപ്പോഴും സ്ത്രീകളെ കാണുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാറ്റഗറിയിലാണ്. ചിലപ്പോൾ കൂടുതലും നമ്മൾ ആർക്കിടൈപ്സ് ആയിട്ടാണ് കാണുന്നത്. അമ്മ, ഗേൾ ഫ്രണ്ട്, മരിച്ചു പോകുന്ന ഭാര്യ, ഇതെല്ലാം ആർക്കിടൈപ്സ് ആണ്. ആൻഡ് വി ആർ ഓൾ വെരി ഫെമിലിയർ വിത്ത് ഇറ്റ്. നമ്മൾ സിനിമ കുറെ കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ അതിലെല്ലാം നിന്നും മാറി നിൽക്കുന്ന, ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ എല്ലാ ആർക്കിടൈപ്സിന്റെ കുറച്ച് ക്വാളിറ്റീസ് ഉള്ള ഒരു ക്യാരക്ടറാണ് അഞ്ജന. അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണത വളരെ വളരെ അപ്പീലിംഗ് ആയിരുന്നു എനിക്ക്. സോ ദാറ്റ് ഐ സോ ദ പൊട്ടൻഷ്യൽ റൈറ്റ് ദെയർ ഇറ്റ്സെൽഫ്. അപ്പം തന്നെ ഞാൻ സ്നാച്ച് ചെയ്തെടുത്തു. ഇതിൻ്റെ വിശാഖനോട് ഞാൻ സംസാരിച്ചത്, സ്ക്രിപ്റ്റ് റൈറ്റർ, പുള്ളിയോട് സംസാരിച്ചപ്പോൾ പോലും പുള്ളി അഞ്ജന എഴുതിയേക്കുന്നത് വേറൊരു ഗ്രാഫിലാണ്, സെറിൻ അത് പോർട്രേ ചെയ്യുന്നത് വേറൊരു ഗ്രാഫിലാണെന്നാണ് വിശാഖൻ പറയുന്നത്. അപ്പം വിശാഖ പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ അഞ്ജന ഇങ്ങനെ ആയിരുന്നില്ല, അല്ലെങ്കിൽ ഡയലോഗ്സ് ഇതൊക്കെ തന്നെയാണ്, പക്ഷെ അഞ്ജന റെൻഡർ ചെയ്യുന്നത് സെറിൻ റെൻഡർ ചെയ്യുന്ന പോലെ അല്ല എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നെന്നുള്ളതാണ്. പിന്നെ ഞാൻ എന്തുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോൾ, തിരുത്താമായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇല്ല, അങ്ങനെ പോട്ടെ, അങ്ങനെ ഒരു അഞ്ജനയാണ് സെറിൻ്റെ മൈൻഡിലുണ്ടെങ്കിൽ ലെറ്റ് ഷീ ബി കംഫർട്ടബിൾ വിത്ത് ദാറ്റ് എന്നുള്ളതായിരുന്നു. നിങ്ങൾ തമ്മിലുള്ളൊരു ടോക്ക് ഉണ്ടായിരുന്നു വിത്ത് ദ സ്ക്രിപ്റ്റ് റൈറ്റർ? അതെ, നമ്മൾ കുറച്ച് ദിവസം ഇരുന്നു, അങ്ങനെ കുറച്ച് വർക്ക്ഷോപ്പ് ഒക്കെ ചെയ്തിരുന്നു. വർക്ക്ഷോപ്പ് എന്നല്ല, ജസ്റ്റ് കുറച്ച് റീഡിങ്സും കുറച്ച് റിഹേഴ്സൽ പരിപാടിയൊക്കെ നമ്മൾ നോക്കിയിരുന്നു.
എന്താന്ന് വെച്ചാൽ എല്ലാ പടം ചെയ്യുമ്പോഴും നമുക്ക് ഈ എന്താണ് പ്രീ പ്രൊഡക്ഷൻ അവരുടെ ഒരു റിഹേഴ്സലാണല്ലോ, ടെക്നിക്കൽ ക്രൂവിന്റെ റിഹേഴ്സലാണ് പ്രീ പ്രൊഡക്ഷൻ. അങ്ങനെ പലപ്പോഴും ആക്ടേഴ്സ് അങ്ങനെ റിഹേഴ്സൽ ചെയ്യാറില്ല. അപ്പോൾ ഇപ്പോൾ ഫഹദ് ഫാസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ആദ്യം ഷൂട്ട് ചെയ്യുന്ന സീൻ, ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യുന്ന സീൻ ചിലപ്പോൾ പുള്ളി അത് ലാസ്റ്റ് ഡേ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പിന്നെ ഇത് ഷൂട്ട് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ കുറച്ചുകൂടെ ഇങ്ങനെ വാമപ്പ് ആയിട്ട് ഒരു ഫസ്റ്റ് ഡേയിലേക്ക് ഷൂട്ട് ചെയ്ത് കയറുമ്പോൾ കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മൾ ആവശ്യത്തിലധികം കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, ഇതിന്റെ എന്തെല്ലാം പോസിബിലിറ്റീസ് ഉണ്ടാവും, വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ടോ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ, അതൊക്കെ ഷൂട്ടിന് മുന്നേ ചെയ്തു വെച്ചാൽ നന്നായിരിക്കും. അപ്പൊ വർക്ക്ഷോപ്സ് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. നമ്മളൊരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അത് പ്രത്യേകിച്ച് ക്രൂവുമായിട്ട് നിൽക്കുന്നത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഈ പടത്തിൽ എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ഈ സിനിമയ്ക്കകത്ത് ഇപ്പൊ 2 ഷോട്ട്സ് ഞാൻ പ്രത്യേകം എടുത്ത് പറയാം. ഒന്ന്, ഈ അനീഷുമായിട്ട് ഇപ്പൊ അനീഷ് സ്മോക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ബാറിൽ നിന്ന് ഇറങ്ങിപ്പോയി വരുന്ന സമയത്ത് യു ഫോളോ ഹിം റൈറ്റ്, അവിടുന്ന് പടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പിന്നെ ഒരു വൈറ്റ് ഷോട്ടാണ്. ആൻഡ് ആ ഷോട്ട് ഏകദേശം ഒരു 3 to 5 minutes ആൻഡ് സിംഗിൾ ഷോട്ട്. അതിനിടയിൽ നിങ്ങളുടെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെയും പെർസ്പെക്റ്റീവ്സിനെ പറ്റി, അതിനിടയിൽ സംഭവിച്ച കാര്യങ്ങളെ പറ്റി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് എ സിംഗിൾ ഷോട്ട് ഇൻ ദീസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ്? പ്രത്യേകിച്ച് ഇമോഷൻസിൽ വേണമെങ്കിൽ കട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു സിനിമാറ്റിക് ഫീൽ വരാം. സിംഗിൾ ഷോട്ട് ആകുമ്പോഴേക്കും അതൊരു ലിവ് ഇൻ ദ മൊമെന്റ് പോലത്തെ പരിപാടി ഓഡിയൻസിന് ഫീൽ ചെയ്യും. അത് ബാക്ക് ഓഫ് ദ മൈൻഡിൽ തന്നെ ഓഡിയൻസ് കിട്ടുന്നതായിരിക്കും, അല്ലാതെ ചുമ്മാ ഇത് കട്ടാണോ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഒരു നാടകം, ഒരു പ്ലേ കാണുന്നത് പോലുള്ള ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് ദാറ്റ് ഒരു സിംഗിൾ ഷോട്ട് ഫോർ ദീസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ്? അത് ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ്. അത് ഓഡിയൻസിനെ പെട്ടെന്ന്, അതും ഒരു കോൺവെർസേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഹൗ കെൻ യു മേക്ക് എ കോൺവെർസേഷൻ മോർ ഇൻട്രസ്റ്റിംഗ്? ഇതിങ്ങനെ ഓരോ കട്ട് വെച്ച് പറയുമ്പോൾ അത് ആട്ടത്തിലൊരു വേറെ രീതിയിലാണ് കോൺവെർസേഷൻ്റെ റിതം വേറെ ഒന്നായിരുന്നു. കുറച്ചുകൂടെ ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നതും അതിന് കുറച്ച് അങ്ങനെ റെസ്പോൺസ് വരുന്നത് പോലത്തെ ആയിരുന്നു ആട്ടത്തിൽ. കുറച്ചുകൂടെ പ്രൊവക്കേഷൻ ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു ആട്ടത്തിൽ. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ ഫ്ലോ ഉണ്ട്, കുറച്ചുകൂടെ സൈലൻസസ് വരുന്നുണ്ട്. പിന്നെ എന്താണ്, കുറേ ഡിസ്കംഫർട്ടുള്ള കാര്യങ്ങൾ 2 ക്യാരക്ടേഴ്സും ടാക്കിൾ ചെയ്യുവാണ്. പക്ഷെ അവരുടേതായ ഒരു കംഫർട്ട് രീതിയിൽ. ഈ ക്യാരക്ടേഴ്സും അവരുടെ ഏറ്റവും കൂടുതൽ കംഫർട്ട് ലെവൽ വിത്ത് ഈച്ച് അതർ ആണ്. അവർക്ക് ആ ഒരു ഡൈനാമിക് വേറൊരു ബന്ധത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തിരി നേരം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അവരിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുറച്ചു നേരം കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം. പിന്നെ ആ കോൺവെർസേഷൻ ആക്ച്വലി നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം നമ്മളിങ്ങനെ ഇപ്പൊ പറഞ്ഞ പോലെ റൈറ്ററിന്റെ മനസ്സിലുള്ള ക്യാരക്ടർ അഞ്ജന വേറെ രീതിയിലായിരുന്നു. പക്ഷേ ഐ തിങ്ക് ഒരു സ്ത്രീ ആ ഒരു പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ, ഒരു സ്ത്രീയുടെ പെർസ്പെക്റ്റീവ് ഇതിലേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ ബി ക്വൈറ്റ് ഡിഫറെൻറ്റ്. ഞാൻ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത്, ലൈക്ക് എൻ്റെ ഫസ്റ്റ് സീരിയസ് റിലേഷൻഷിപ്പ് ആയ സമയത്ത് ഞാൻ ഫുൾ അത് എങ്ങനെയാണ്, നമ്മുടെ സൈഡിൽ നിന്ന് ഫുൾ ഗിവിങ് ചെയ്യുവാണ്, എല്ലാം കീഴടക്കി ഒരാൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കാം എന്നുള്ള ഒരു പൊസിഷനിലാണ് പലരും അവരുടെ ഫസ്റ്റ് സീരിയസ് റിലേഷൻഷിപ്പിൽ. അപ്പോൾ അത് നമ്മളെ ശരിക്കും ഇമ്പാക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയെ ശരിക്കും ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു, നമ്മുടെ വേൾഡ് വ്യൂ എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് അതിനെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ how a woman approaches that is very different from how a male writer would approach it. അപ്പോൾ രണ്ടിൻ്റെയും എന്താണ് ഡിഫറൻസസ് വന്നു ചേർന്നപ്പോൾ ഐ തിങ്ക് there was something beautiful that came up. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പം ഞാനൊരു ഇൻ്റർവ്യൂവിൽ വായിച്ചൊരു കാര്യം, സെറിൻ ഒരു സിനിമ ചൂസ് ചെയ്യുന്നതിൽ ഈ ടെക്നിക്കൽ ടീമിനെ ഭയങ്കരമായി ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് ആ സിനിമ വരിക എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഈ ഒരു ടെക്നിക്കൽ ടീമിനെ വെച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് വർക്ക്സിനെ വെച്ചിട്ട്, വാട്ട് ടെംപ്റ്റഡ് യു ടു ടേക്ക് അപ്പ് ദിസ് ഫിലിം? അത് എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള റീസൺ? ഇതില് ഇറ്റ് വാസ് ദ സ്ക്രിപ്റ്റ് ആയിരുന്നു. അത് പല പടങ്ങളിലും പല റീസൺസ്, പല കാരണങ്ങളാണല്ലോ. ചിലപ്പോൾ അത് സ്ക്രിപ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ നമുക്ക് ഇതുവരെ ചെയ്യാൻ പറ്റാത്ത ഒരു ഇതുവരെ ചെയ്യാത്തൊരു കഥാപാത്രമായിരിക്കാം, അല്ലെങ്കിൽ പടത്തിന്റെ ഒരു ജോൺറോ വേറെ ഒരു രീതിയിലുള്ള ടോണാലിറ്റി ഒക്കെ ആയിരിക്കാം. ലൈക്ക് ഹൈസ്റ്റ് പടങ്ങൾ എനിക്ക് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, ഏതോളം ഹൈസ്റ്റ് പടം വന്നാലും ഞാനത് കൺസിഡർ ചെയ്തിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹൈസ്റ്റിൽ വരുന്ന കെയോസ് വേറെ ലെവൽ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണ്
ഗായ് റിച്ചിയുടെ കുറെ പടങ്ങളുണ്ടല്ലോ, ലോക്ക് സ്റ്റോക്ക് ടു സ്മോക്കിംഗ് ബാരൽസ്, പിന്നെ സ്നാച്ച്. ഐ ലവ് ദോസ് മൂവീസ്. അത് ശരിക്കും നല്ല റീവാച്ച് വാല്യൂ ഉള്ള പടങ്ങളാണ്. അപ്പോ എനിക്ക് ഈ ഇതിലെ ടെക്നിക്കൽ ക്രൂ ആരൊക്കെയാണ്, പിന്നെ ആട്ടത്തിൽ തന്നെ ബേസിൽ CJ ആണ് ഇതിന്റെ ആട്ടത്തിന്റെ മ്യൂസിക്കും ചെയ്തത്. വളരെ മിനിമലായിട്ടും ബട്ട് അറ്റ് ദ സെയിം ടൈം ലൈക്ക് ആ പടത്തിന്റെ ഒരു എനർജി തന്നെ എൻഹാൻസ് ചെയ്തു. പക്ഷെ ഒരിക്കലും അതിനെ ഓവർ ഷാഡോ ചെയ്യാത്ത രീതിയിലാണ് ബേസിൽ മ്യൂസിക് ചെയ്തത്. സോ ട്രൂ റൈറ്റ്. കാരണം പാട്ടുകൾ വന്നു പോകുന്നത് അറിയുന്നില്ല. ഇതിന്റെ ഫ്ലോ ഈ പടം കാണും. പിന്നീടാണ് ഞാൻ നോക്കുമ്പോൾ ഓക്കെ പാട്ടുകളുണ്ട്. എനിക്ക് ആകെ ഒരു പാട്ട് ഉള്ളതായിട്ട് തോന്നിയ വാസ് ദ ടൈറ്റിൽ സോങ്. കാരണം അത് ഓക്കെ അത് നമുക്ക് ആ സീനുമായിട്ട് അങ്ങനത്തെ ഇല്ലല്ലോ, ബാക്കിയെല്ലാം ഒരു ഫ്ലോയിൽ പോകുന്ന സോങ്സ് ആയിട്ട് തോന്നുന്നത്. യു ട്രൂലി റൈറ്റ്. അത് കണ്ടുകൊണ്ട് സെക്കൻഡ് വാച്ചിൽ കാണുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. ലൈക്ക് ഓക്കെ ഇവിടെ സോങ് ഉണ്ട്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ ബിജിഎം, പാട്ടുണ്ട്. പിന്നെ ഈ സിംഗിൾ ടേക്കിന്റെ കാര്യവും പറഞ്ഞപ്പോ ഇത് ഇപ്പോ പലരും ഐ തിങ്ക് സിംഗിൾ ടേക്ക് ഒരു ഗിമ്മിക്കായിട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ? I think the best single take are the ones which doesn't feel like it's single take. ഞാൻ ഇതെല്ലാം സെക്കൻഡ് വാച്ചിലാണ് കണ്ടുപിടിക്കുന്നത്. പലരും എന്നോട് പറഞ്ഞു ഈ അഡോളസൻസ് എന്നൊരു നെറ്റ്ഫ്ലിക്സിന്റെ TV ഷോ ഉണ്ടായിരുന്നു, അത് ഫുൾ സിംഗിൾ ടേക്ക് ആണ്. പക്ഷെ അത് കണ്ടാൽ നമുക്ക് തോന്നില്ല അത് ഫുൾ സിംഗിൾ ടേക്കിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതും ഓഫ് കോഴ്സ് അത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് എന്താണ് കുറെ നെറേറ്റീവിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ ടൂൾസ് ഉണ്ട് ഓഫ് കോഴ്സ് സിനിമറ്റോഗ്രഫിയിലും ഫിലിം മേക്കിങ്ങിലും. പക്ഷെ ഇത് ഒരിക്കലും കഥ പറച്ചിലിനെ ഹൈജാക്ക് ചെയ്യരുത്. ആ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ കഥ നല്ല കയ്യിലാണ് എന്നതാണ് എന്റെ വിശ്വാസം. ഇപ്പം ഡോൺ പാൽത്രയുടെ റിമജിജി ചെയ്ത പടം ഇപ്പൊ സന്തോഷത്തിന് ഒന്നാം സിംഗിൾ ടേക്ക് ഫിലിം, അത് ആക്ച്വലി അത് പുൾ ഓഫ് ചെയ്ത് ഇപ്പോഴും എങ്ങനെയാ എനിക്ക് എപ്പോഴെങ്കിലും ഐ വോണ്ട് ടു മീറ്റ് ഹിം ആൻഡ് ആസ്ക് ഹിം. അത് കൺസീവ് ചെയ്തതേ വാസ് ഭയങ്കരമായൊരു സംഭവം. അത് പുൾ ഓഫ് ചെയ്യാൻ തന്നെ ഇറ്റ്സ് എ 90 minute ലോങ് പടം. ആ പടം ഫുൾ എടുത്ത് വെച്ചേക്കാന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇൻസൈഡ് ദ കാർ. ബട്ട് സ്റ്റിൽ ഐ മീൻ ദാറ്റ് വാസ് ഗ്രേറ്റ്. അത് ആ പടം കാണുമ്പോഴേ നമുക്ക് എപ്പോഴും ഒരു ബാക്ക് ഓഫ് ദ മൈൻഡിൽ പോകുന്നൊരു സാധനം കൂടിയാണ്. ആൻഡ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സീക്വൻസ് വാസ് നമ്മുടെ പങ്കജ് ഹോട്ടലിലെ റൂഫ് ടോപ്പ് സീക്വൻസ്. വാട്ട് എ സീൻ. ആ സീൻ കഴിഞ്ഞ് ആ സീനിന്റെ കോമ്പോസർ തന്നെ ഭയങ്കര രസമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ തമ്മിൽ നിൽക്കുന്ന ആയിക്കോട്ടെ, ദ വേ ഹി ടേക്സ് ദറ്റ് സിഗരറ്റ് ഫ്രം യുവർ ഫിംഗർ, അത് യൂസ് ചെയ്യുന്നതായിക്കോട്ടെ, ഹോൾ ടെക്സ്റ്റ് ഐ തിങ്ക് യു ക്യാൻ ഫീൽ ദ എക്സൈറ്റ്മെന്റ് ഇൻ മീ. ആ സാധനം ഉണ്ടല്ലോ, അതും സിംഗിൾ ടേക്ക് ആയിട്ടാണ് പോകുന്നത്. ഞാൻ പറയുന്നത് ഇമാതിരി സിറ്റുവേഷൻസ് ഒക്കെ ഇതൊക്കെ ഒന്നാമത് നമ്മൾ ആ ഒരു ഓക്കെ രണ്ട് ക്യാരക്ടേഴ്സും അവരുടെ ഏറ്റവും പീക്ക് പോയിന്റ് നിൽക്കുന്ന ഒരു പോയിന്റിലാണല്ലോ ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. ആൻഡ് അത് നമ്മൾ പുൾ ഓഫ് ചെയ്യുന്ന ഒരു സിംഗിൾ ടേക്ക്. ടെൽ മീ അബൌട്ട് ദാറ്റ് സീക്വൻസ് അലോൺ. രാത്രി 3 മണിക്ക് ഷൂട്ട് ചെയ്ത സീക്വൻസ്. ഞാനത് കേട്ടത് ഏകദേശം 14ാമത്തെ ഷോട്ടാണെന്ന് ഓക്കെ ആക്കി. അപ്പോ അതേ താങ്ക്ഫുള്ളി ഭയങ്കര ഒരു എനർജി ഉള്ള സീൻ അല്ലാത്തത് കൊണ്ട് കുറച്ച് എന്താണ് രണ്ടുപേരും കള്ളു കുടിച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ ഈസ് ഉള്ള സീൻ ആയതുകൊണ്ട്, അല്ലാതെ കുറെ ആക്ടിവിറ്റീസോ കൊറിയോഗ്രാഫിയോ ഒന്നും ഇല്ലാത്ത സീൻ ആയതുകൊണ്ട് നമുക്കൊരു 14-15 ടേക്ക് പോകാനുള്ള എനർജി ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര കൊറിയോഗ്രാഫിയും എന്താണ് എല്ലാം കൃത്യതയോടെ ചെയ്യേണ്ട ഒരു സീനാണെങ്കിൽ അത് പിന്നെ ഒരു 8ാമത്തെ ടേക്ക് ആകുമ്പോൾ തന്നെ എനിക്ക് ക്ഷീണം തോന്നും. അതെ, മടുക്കും. പിന്നല്ലാതെ അതിലൊരു ഫ്രഷ്നെസ് പിന്നെ നമുക്ക് പോവും. അത് പിന്നെ വേറൊരു ഫ്രഷ് മൈൻഡുമായിട്ട് അപ്രോച്ച് ചെയ്യണം. ഈ സീക്വൻസ് ഇതില് നമ്മളിങ്ങനെ ഓഫ് കോഴ്സ് ഇത് രാത്രി ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ഉറക്കമൊഴിച്ചിരിക്കുമ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും ആക്റ്റീവ് ഇമാജിനേഷൻ വരുന്നത് രാത്രിയിലാണ്. അപ്പോൾ വേറെ എപ്പോഴും ഇല്ലാത്ത ക്രിയേറ്റിവിറ്റി ആ സമയത്ത് അടിച്ചു കയറി നമ്മളിങ്ങനെ കുറേ സജഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു. ലൈക്ക് പ്ലേസ്മെൻറ്റും പിന്നെ ഏത് പോയിന്റിലാണ് പുള്ളി അടുത്തേക്ക് വരുന്നതും. ഇപ്പോൾ ഈ 2 ക്യാരക്ടേഴ്സ് ഇൻറ്റിമസി എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും കൺവെൻഷനലി ആൾക്കാർ മനസ്സിലാക്കുന്ന ഇൻറ്റിമസിയിലൂടെ കിസ്സിങ് അല്ലെങ്കിൽ ലൈക്ക് സെക്ഷൽ ഇൻറ്റിമസി ഒക്കെയാണ്. പക്ഷേ ഇൻറ്റിമസി അത് മാത്രമല്ലല്ലോ ഇൻറ്റിമസി. 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള സ്പേസ് അതും ഒരു ഇൻറ്റിമസിയുടെ വലിയ ഘടകമാണ്. അപ്പോൾ
ആ സ്പേസ് എങ്ങനെ കുറച്ചുകൂടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ കഴിയും എന്നുള്ള ക്വസ്റ്റ്യനിലാണ് നമ്മൾ തുടങ്ങിയത്. ഇതിപ്പോ നമ്മൾ ഈ വർക്ക്ഷോപ്പ് ചെയ്തപ്പോൾ ആ സീൻസ് ഒന്നും സിംഗിൾ ടേക്ക് ആയിട്ടുള്ള സീൻസ് ഒന്നും അധികം റിഹേഴ്സ് ചെയ്തില്ല. ഇത് അധികം റിഹേഴ്സ് ചെയ്താൽ പിന്നെ എന്ത് ഷൂട്ട് ചെയ്യും അല്ലേ? അതിന്റെ ഒരു വി ഹാവ് ടു സ്റ്റിൽ അപ്രോച്ച് ഇറ്റ് വിത്ത് എ ഫ്രഷ് മൈൻഡ്. അപ്പോൾ അത് കൂടുതലും നമ്മൾ ഇരുന്ന് വായിച്ച് നമ്മളുടേതായ ഒരു ഫ്ലോയിൽ തന്നെ ചെയ്ത റിഹേഴ്സൽസ് ഒക്കെ ആയിരുന്നു അവിടെ. ഇനി ഉണ്ടാവില്ല എന്നുള്ളൊരു പോയിന്റ് ഉണ്ടല്ലോ. ഇപ്പൊ റോഷൻ അവസാനം ക്ലൈമാക്സിൽ നന്ദനോട് പറയുന്നുണ്ട് ഒരു ഡയലോഗ്, ലൈക്ക് ഇത് തലയിലാവുന്ന കേസൊന്നും അല്ല, നാളെ പോവാണ്, പിന്നെ അതുകൊണ്ട് ചേട്ടൻ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല എന്നുള്ളത്. ഇത് പലരുടെയും ലൈഫിൽ ഇതുപോലത്തെ സാധനങ്ങളുണ്ട്. ലൈക്ക് ഇറ്റ് ഈസ് സോ റിലേറ്റബിൾ ടു സോ മെനി പീപ്പിൾ ഓവർ ദർ. ഇത് ഇങ്ങനെ പെട്ടെന്ന് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം വരിക, അല്ലെങ്കിൽ ഒരു മീറ്റപ്പ്, ഭയങ്കര ഒരു ഭയങ്കര സംഭവം കൂടിയാണ് അത്. സോ വൈൽ ഷൂട്ടിംഗ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ് ഹാവ് യു ഗൈസ് ടോക്ക്ഡ് അബൌട്ട് ഇറ്റ്? കാരണം ഇത് ഞാൻ പറയുന്നത് ഇത് നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ പലരുടെയും ഇടയിൽ, ഇപ്പം പറയുന്നത് ഇപ്പം കല്യാണം കഴിച്ചവർക്കിടയിൽ പോലും ഇത് മുന്നേ സംഭവിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും റിലേഷൻഷിപ്സിൽ ഉണ്ടാവാറുള്ള ഒരു കാര്യം കൂടി തന്നെയാണല്ലോ. ജസ്റ്റ് വാണ്ട് ടു നോ നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻസ് എന്താണ് ബിഹൈൻഡ് ദ ക്യാമറ? ബിക്കോസ് എനിക്ക് തോന്നുന്നു 26 ദിവസം മാത്രമാണ് ഇതിന്റെ ഷൂട്ടിംഗ് ഡേയ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ബട്ട് ഇതിനെ പറ്റിയോ അല്ലെങ്കിൽ ഇതിനെ ചുറ്റിപ്പറ്റിയോ ഇതിനെ ഉണ്ടാക്കാൻ കഴിയുന്ന ചേഞ്ചസോ ദി ഇൻപുട്സ് ഫ്രം യുവർ ടീം? റോഷനും ഞാനും ഷൂട്ട് ചെയ്യാത്ത സമയത്ത് നമ്മുടെ കോൺവെർസേഷൻസ് ഇതൊന്നും അല്ലായിരുന്നു. നമുക്ക് ഓഫ് കോഴ്സ് ഇതിന് പുറത്തുള്ള വേറൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഓഫ് കോഴ്സ് ഇറ്റ് ഹാസ്, അത് ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എപ്പോഴും നമുക്ക് എല്ലാവരുടെ കൂടെയും ഫ്രണ്ട്സ് ആവാൻ കഴിയില്ല. ഒരു പുതിയൊരു സെറ്റിലേക്ക് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിന്റെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അവിടെ ഒരു ഫെമിലിയർ ഫേസിനെയൊക്കെ കാണുന്നത് ഇറ്റ്സ് ട്രൂലി എ നൈസ് ഫീലിംഗ്. പിന്നെ എന്താണ് ഇത്രയും ഇന്റിമസി ഉള്ള കോണ്ടാക്ട് ഉള്ള സീൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ കൈ ഇങ്ങനെ എടുത്ത് വെച്ചാൽ ഇയാൾ എന്തെങ്കിലും വിചാരിക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും അടുത്ത് നിന്നാൽ ഇവർക്ക് പ്രശ്നമാവോ ഇല്ലയോ, ഇവർക്ക് ബുദ്ധിമുട്ടാവോ ഇല്ലയോ, ആ ഒരു ഇൻഹിബിഷനെ നമ്മുടെ മനസ്സിൽ നിന്ന് പോവുകയാണ് അതൊരു ഫ്രണ്ട് ആവുമ്പോൾ. കാരണം അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായാലും അത് ആ മൊമെന്റിൽ എന്നെ പറഞ്ഞ് ക്ലിയർ ചെയ്യാനുള്ള ട്രാൻസ്പെറൻസി നമ്മുടെ ബന്ധത്തിലുണ്ട്. അപ്പോ കുഴപ്പമില്ല, എന്തെങ്കിലും നടന്നാലും ഈവൻ ഇഫ് ഇറ്റ്സ് ലൈക്ക് അറിയാതെ എന്തെങ്കിലും ഒരു അങ്ങനത്തെ ഒരു ഫിസിക്കൽ ക്രോസിങ്ങോ ബാരിയറോ ഉണ്ടായാലും അത് ആ മൊമെന്റിൽ പറഞ്ഞു തീർത്തിട്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യുകയാണ്. അത് ചിലപ്പോ വേറൊരു സ്ട്രേഞ്ചറായിട്ട് നമ്മൾ പ്രൊഫഷണലി മാത്രം കാണുന്ന ഒരു ആക്ടറായിട്ട് അത് പെർസ്യൂ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് ട്രൂലി ഹെൽപ്ഫുൾ. ഇനി ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് അനീഷ് പെർസ്പെക്റ്റീവ്, ഓക്കെ, ഇപ്പം നിങ്ങൾ അതേ ബാറിൽ രണ്ടാമത്തെ സീക്വൻസിൽ ആ റൂഫ് ടോപ്പ് ബാറിൽ ഇന്ന് സംസാരിക്കുമ്പോഴേക്കും എൻ്റെ എക്സിൽ നിന്നും കുറച്ച് സംഭവങ്ങൾ ലീക്കായിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ അവിടെ ഉണരുന്നു ദാ ടിപ്പിക്കൽ അനീഷ്. പക്ഷെ അറിയുമ്പോ ഓരോ ഡീറ്റെയിൽസ് അറിയുമ്പോഴും ഇങ്ങനെ എന്നിട്ട് അവിടെ ദാ വരുന്നു അനീഷ് എന്ന മലയാളി മെയിൽ വരുന്നുണ്ടല്ലോ. അതായത് റാദർ ദാൻ കംഫർട്ടിങ് ദി അതർ പേഴ്സൺ അറിയേണ്ടത് ഓക്കെ ഇത് പോവോ, ഇത് ലീക്കായോ, ഇത് അങ്ങനെ വന്നു കഴിഞ്ഞോ, ഇപ്പോഴും വന്നില്ലേ, ഡിലീറ്റ് ചെയ്യണ്ടേ, അതല്ലേ, അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അതൊരു വളരെ ആണുങ്ങൾ റിയാക്ട് ചെയ്യുന്ന ഒരു വളരെ ടിപ്പിക്കൽ സാധനമാണ്. പലപ്പോഴും പെണ്ണുങ്ങൾക്ക് ആണുങ്ങളിൽ നിന്ന് ആവശ്യം ഒരു ലിസണിങ് ഇയർ ആണ്. നമുക്ക് സൊല്യൂഷൻ വേണ്ട, അത് നമ്മൾ തന്നെ ആലോചിച്ചുണ്ടായിക്കോളാം, കുഴപ്പമില്ല, അതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടാ മതി. കാരണം നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചാണ് സൊല്യൂഷൻ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ദാറ്റ്സ് എ വെരി ഡിഫറെന്റ് ഒരു കോർ ആസ്പെക്ട് ഓഫ് ലൈക്ക് ഫീമെയിൽ സൈക്കോളജി. അങ്ങനെയാണ് ഞാൻ ലൈക്ക് പലതവണയും എന്റെ റിലേഷൻഷിപ്പിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ലൈക്ക് എന്തിനാണ് സൊല്യൂഷൻ ഓഫർ ചെയ്യുന്നത്? അത് സൊല്യൂഷനൊക്കെ കണ്ടെത്താനുള്ള മെച്ചൂരിറ്റി എനിക്കുണ്ട്, അതെനിക്കും അറിയാം. ജസ്റ്റ് ലിസൺ. സോ അതും നല്ലൊരു അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇറ്റ് വാസ് ഷോൺ സോ ബ്യൂട്ടിഫുള്ളി ഓൾസോ. അതെ അതെ അതെ, അത് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ പോലും ഓഡിയൻസിൽ നിന്ന് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് അത് ചോദിക്കണ്ട, നീ മറ്റൊരു ഔട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ആ ഒരു മലയാളി കൈൻഡ് ഓഫ് പെർസ്പെക്റ്റീവ്, മലയാളി മെൻ കൈൻഡ് ഓഫ് പെർസ്പെക്റ്റീവ്. അത് മലയാളി മെൻ മാത്രമല്ല, അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ അത് അങ്ങനെ ചെയ്താലും അത് ഇഫ് ഇറ്റ്സ് ദ റൈറ്റ് മാൻ, അവര് നമ്മൾ പറയുമ്പോ തന്നെ അത് തിരുത്തി
മാറ്റിക്കോളും, കുഴപ്പമില്ല, റൈറ്റ് മാൻ ആണെങ്കിൽ. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, ഇപ്പം ഞാനൊരു വിഡ്ഢിയാണ്, എന്നെ പലർക്കും പറ്റിച്ചിട്ട് പോകാം, പക്ഷെ നിന്നെ ആ കാറ്റഗറിയിൽ പെടുത്തിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. ആൻഡ് സ്റ്റിൽ അഞ്ജന വേറൊരു സീനിൽ അനീഷിനെ ബ്ലെയിമും ചെയ്യുന്നുണ്ട്, നീ അന്ന് നിന്നിട്ടില്ല. വാസ് ദാറ്റ് കോൺട്രഡിക്ടറി? ജസ്റ്റ് ഒരു ഡൗട്ടാണ്. പറ്റിച്ചിട്ട് പോയിട്ടില്ല എന്ന് അഞ്ജന പറയുമ്പോൾ പോലും അന്ന് ആ പ്രായത്തിൽ ഞാൻ റെഡി ആയിരുന്നു, പക്ഷെ നീ റെഡി അല്ല എന്നുള്ളൊരു സീക്വൻസിൽ നിങ്ങൾ പറയുന്നുള്ള ഡയലോഗിൽ, അതൊരു കാര്യത്തിൽ അങ്ങനെ ആയിക്കൂടെ? വേണമെങ്കിൽ അയാൾക്ക് അന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു രീതിയിൽ പറ്റിപ്പായിട്ട് കാണാമല്ലോ. ദെൻ വൈ വാസ് ദാറ്റ് ഡയലോഗ്? എന്തുകൊണ്ട് ഞാൻ അതിൽ പെടുത്തിയിട്ടില്ല നിന്നെ എന്നുള്ളത്? അത് വീണ്ടും ഇവനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു വേണ്ടി ഉണ്ടാക്കി അല്ല. ഇവർക്കറിയാം ഇത് പറഞ്ഞിട്ടുള്ളതെല്ലാം ഭയങ്കര എന്താണ്, ഒരു ചെകിട്ടത്തടി കൊടുക്കുന്ന പോലെ കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഇവള് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് അവന് ശരിക്കും ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം, അത് കാണുന്നുണ്ടല്ലോ ഇഫക്റ്റ്. ഇത് പറയുന്നത് തോന്നുന്നു മറ്റേ നമ്മുടെ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് എന്തോ ഒരു അവയവം നഷ്ടപ്പെട്ട പോലെയായിരുന്നു. ആ സമയത്താണ് ഇവൾ മനസ്സിലാക്കുന്നത് ആ ബ്രേക്കപ്പിന്റെ ഇമ്പാക്ട് എങ്ങനെയാണ് ഇവനിലുണ്ടായത്. അപ്പോ അതെന്തായാലും കേട്ടപ്പോ ഭയങ്കര സങ്കടം കലർന്ന ഒരു കാര്യമാണ്. ബിക്കോസ് അവള് വിചാരിച്ചു ഏറ്റവും വലിയ ഹാർട്ട് ബ്രേക്ക് അവളുടേതാണെന്ന്. അപ്പോ ആ സമയത്താണ് അവൾ ആദ്യമായിട്ട് അറിയുന്നത്, ഓക്കെ, എന്റെ മാത്രമല്ല, ഇവിടെയും വലിയൊരു ഹാർട്ട് ബ്രേക്ക് നടന്നിട്ടുണ്ട്. ഒരു റീപ്ലേസ്മെന്റ് തെറാപ്പി എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും കൊള്ളുന്നുണ്ട്. അതിന്റെ അപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ ഒരു എന്താണ് ഒരു സ്റ്റിങ്. ഇപ്പൊ പേട്രിയോട്ടിനെ പറ്റിയാണല്ലോ ചർച്ച. ലൈക്ക് നമുക്ക് ലാലേട്ടനും കൂടെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്ന പ്രോജക്ട് ആൻഡ് യു ബീങ് എ പാർട്ട് ഓഫ് ഇറ്റ്, ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇറ്റ് പറയൂ, അല്ലെങ്കിൽ ആളുകൾ ചോദിക്കും. ഇറ്റ്സ് റിയലി റിയലി എക്സൈറ്റിംഗ്. കാരണം എനിക്ക് ഓഫ് കോഴ്സ് ഇതില് എല്ലാവരുടെയും ഹൈപ്പ് ഫാക്ടർ ഉണ്ട്, പക്ഷെ എന്റെ ഏറ്റവും വലിയ ഹൈപ്പ് ഫാക്ടർ ഡയറക്ടർ തന്നെയാണ് മഹേഷ് നാരായണൻ. സോ ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുറെ ഒരു ഡയറക്ടേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. അതിൽ വിശാൽ ഭരദ്വാജ് ഉണ്ട്, മഹേഷ് നാരായണൻ ഉണ്ട്, ഡോൺ പാലാത്രയുണ്ട്, കോങ്കണ സെൻ, സുധാ കൊങ്കാര, ഇതൊക്കെ കുറെ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോ ആ ലിസ്റ്റിൽ പെട്ട ഒരു വ്യക്തി എന്നെ ലൈക്ക് റീച്ച് ഔട്ട് ചെയ്ത് എന്റെ പെർഫോമൻസ് ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്ത് കേട്ടപ്പോ അത് വളരെ ഒരു വലിയ ഹൈ ആയിട്ടുള്ള മൊമെന്റ് ആയിരുന്നു ശരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓഡിഷന് വിളിച്ചപ്പോഴും ഞാൻ ഇങ്ങനെ ഈശ്വര ഇതെവിടെ എത്തിപ്പെടും, കുഴപ്പമില്ല, എല്ലാവരും ജസ്റ്റ് ഒരു അവസരമായിട്ട് കാണുക. നമുക്ക് കിട്ടിയ അവസരം മുതലാക്കണമല്ലോ. ഇത് ഔട്ട്പുട്ടിനെ കുറിച്ച് നമുക്ക് എന്താണ് ആലോചിച്ചാൽ ചിലപ്പോൾ ആ പ്രോസസ്സിനെ നമുക്ക് എൻജോയ് ചെയ്യാനോ നമുക്ക് ഡെലിവർ ചെയ്യാനോ ഇംപ്രസ് ചെയ്യാനോ കഴിയില്ല. അപ്പോ ആ അവസരം മുതലാക്കിയിട്ടാണ് പടത്തിന്റെ ഭാഗമായി മാറിയത്. എനിക്ക് തോന്നുന്നത് മഹേഷേട്ടനെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിഗർ ഉണ്ടല്ലോ ആക്ടേഴ്സിൽ നിന്ന്, അത് എല്ലാ ആക്ടേഴ്സിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വെദർ ഇറ്റ് ഈസ് ഒരു സ്റ്റാർ ആയാലും അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന ഒരു 2-3 വർഷം വർക്ക് ചെയ്ത ഒരു ആക്ടർ ആയാലും ഒരു എക്സ്ട്രാ ആയാലും ബാക്ക്ഗ്രൗണ്ട് ആക്ടർ ആയാലും എല്ലാവരിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിഗർ ഉണ്ടല്ലോ. പെർഫെക്ഷൻ അല്ല പുള്ളി ഉദ്ദേശിക്കുന്നത്. ദർ ഈസ് എ സർട്ടൻ റിഗർ, ഒരു ഡിസിപ്ലിൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോൾ ശരിക്കും ഇറ്റ്സ് വെരി റിയഷോറിംഗ് ഫോർ ആക്ടേഴ്സ് ടു സീ ദാറ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ, ഫിലിം ഇസ് ഇൻ ഗുഡ് ഹാൻഡ്സ്. Not revealing anything. No. It's a thriller. കുറച്ച് എന്താണ് ത്രില്ലർ ഉണ്ട്, ഡ്രാമ ഉണ്ട്, പറയാൻ പറ്റില്ല. Atleast tell me your experience with the legends, right? ക്രൂ ആയിട്ട് എന്തെങ്കിലും പറയൂ. അത് പറയുന്നത് ഇറ്റ്സ് എ വെരി ഇന്റിമിഡേറ്റിംഗ് സെറ്റ് ടു ബി ഓൺ. ലൈക്ക് അത് ഫസ്റ്റ് ഡേ പോയിട്ടും ഞാൻ ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത ഷെഡ്യൂളിലും സെയിം ലെവൽ ഓഫ് നെർവസ്നെസ് ആയിരുന്നു എനിക്ക്. അത് ഇല്ല, ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറെ നാൾ എടുക്കും. ഞാൻ എന്താണ് ഇവരെല്ലാം ലൈക്ക് കണ്ടു വളർന്ന ലെജൻസ് ആണല്ലോ. അവര് നമ്മള് ഓൾമോസ്റ്റ് കൺമുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ചേരം ഇങ്ങനെ ബ്ലാങ്ക് ആയി പോകും. പിന്നെ ഓക്കെ വർക്ക് മോഡിലേക്ക് മാറണം. നമുക്കതിന് എഫക്ട് ചെയ്യാൻ, വർക്കിനെ എഫക്ട് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോ ചിലപ്പോ ഇങ്ങനെ ലൈക്ക് ഞാൻ എന്താണ് ഞാൻ ഫോക്കസിലല്ലാത്തപ്പോ
ഞാൻ ഇങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കും ഓരോരുത്തർ പെർഫോം ചെയ്യുന്നത്. അത് ബ്യൂട്ടിഫുൾ ആണ് ശരിക്കും. ആൻഡ് ഇറ്റ്സ് ലവ്ലി ടു വിറ്റ്നസ് ദാറ്റ് ക്രാഫ്റ്റ്. അത് നമ്മുടെ കൺമുന്നിൽ തന്നെ അൺഫോൾഡ് ചെയ്യുന്നത് കാണാൻ ഒരു വലിയൊരു സ്പെക്ടക്കിൾ തന്നെയാണ്. പിന്നെ അത് അഫ്കോഴ്സ് എഡിറ്റിങ്ങും പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ ആവും എന്നുള്ളത് അഫ്കോഴ്സ് ഐ കൻ ജസ്റ്റ് ഇമാജിൻ ഹൗ ഗുഡ് ഇറ്റ് വിൽ ബി, ഹോപ്പ്ഫുള്ളി. അപ്പോഴും ഒന്നും പറയുന്നില്ല, പഠിച്ചു വന്നേക്കാണല്ലേ. സാർ ഓക്കെ ഫൈൻ. പേട്രിയോട്ട് വിട്ടാലും എന്തൊക്കെയാണ് ഇനി ഉള്ളത്? ഇനി ഞാൻ ഇതിനിടയിൽ സലീം അഹമ്മദ് സർ ഡയറക്റ്റ് ചെയ്തൊരു പടം ചെയ്തിട്ടുണ്ട്. അതില് അർജുൻ രാധാകൃഷ്ണനാണ് എൻ്റെ ഹീറോ. He's also a good friend. ഒന്ന് അറിയിച്ചേക്കണേ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ഫോർ ടൈം ഫോർ ഡിസ്കസിങ് ഇത്തിരി നേരം. ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചാൽ ഐ ഹോപ്പ് കൂടുതൽ ആളുകളിലേക്ക് ആ സിനിമ എത്തണം, അത് സംസാരിക്കപ്പെടണം. ആൻഡ് റിക്വസ്റ്റ് ടു ദി ഓഡിയൻസ്, പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി എ ഗുഡ് സെഷൻ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. It's going to be a good session. Thank you sir, thank you so much for your time. Thank you so much for having me.